സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വരുന്ന 12-ാം തീയതി മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ യുവജന പ്രസ്ഥാനത്തിന്റെ കരുത്തനായ നേതാവ്, ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ്, ചെറുപ്പക്കാരനായ അഭിഭാഷകൻ, നിലവിലുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം, ഇതെല്ലാമായിട്ടുള്ള അഡ്വക്കേറ്റ് MD ഫൈസലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കേന്ദ്രത്തിൽ ഭൂരിപക്ഷ വർഗീയതയെ ആളിക്കത്തിച്ചാണ് BJP അധികാരത്തിൽ വന്നത്. അതിന്റെ ഒരു ന്യൂനപക്ഷ പതിപ്പ് മലപ്പുറത്ത് സൃഷ്ടിക്കാനുള്ള പുറപ്പാടിലാണ് UDF-ഉം മുസ്ലിം ലീഗും. എല്ലാ ഹൈന്ദവ സംഘടനകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നാണ് BJP ഹിന്ദു ഐക്യം സാധ്യമാക്കി അധികാരത്തിൽ വന്നത്. എങ്ങനെയാണ് അതിനോടുള്ള മതനിരപേക്ഷ സമൂഹത്തിന്റെ പ്രതികരണം ഉണ്ടാവേണ്ടത്? UDF-ഉം ലീഗും പറയുന്നത് ഹിന്ദു വർഗീയതയെ നേരിടാൻ ന്യൂനപക്ഷ വർഗീയതയെ, മുസ്ലിം വർഗീയതയെ പ്രയോജനപ്പെടുത്താം എന്നാണ്. കേന്ദ്രത്തിൽ BJP വലിയ ധ്രുവീകരണം നടത്തി വന്നിരിക്കുന്നു അധികാരത്തിൽ. അതിനോട് പ്രതികരിക്കേണ്ടത് നമ്മളെല്ലാവരും ഒന്നായിക്കൊണ്ടാണ് എന്ന് ലീഗും ചില മുസ്ലിം സംഘടനകളും നാട്ടിലെ ജനങ്ങളോട് പറയുകയാണ്. ഇത് അംഗീകരിച്ചു കൊടുത്താൽ അതിന്റെ ആത്യന്തികമായ നേട്ടം ആർക്കാവും? രാജ്യത്ത് 120 കോടി ജനങ്ങളാണ്. 85-90 കോടിയോളം ഹൈന്ദവ മതവിശ്വാസികളാണ്. ഏതാണ്ട് 20 കോടി മുസ്ലിങ്ങൾ. ലീഗും മറ്റു സംഘടനകളും പറയുന്നത് പോലെ എല്ലാ മുസ്ലിങ്ങളും ഒരു മുന്നണിയിൽ വന്ന് ഒരു കക്ഷിക്ക് വോട്ട് രേഖപ്പെടുത്തി എന്ന് തന്നെ സങ്കല്പിക്കുക. അപ്പുറത്ത് 85-90 കോടിയോളം വരുന്ന ജനങ്ങൾ BJP നേതൃത്വം നൽകുന്ന മുന്നണിയിൽ വരികയും അവർക്ക് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്താൽ എന്തായിരിക്കും അതിന്റെ അനന്തരഫലം? ആത്യന്തികമായി അത് ഗുണം ചെയ്യാൻ വേണ്ടി പോകുന്നത് BJP-ക്കാണ്. മുസ്ലിം ലീഗിനോട് കടുത്ത രാഷ്ട്രീയ എതിർപ്പുണ്ടായിരുന്നവർ പോലും ഇക്കാലം അത്രയും ലീഗിന്റെ ഒരു ഗുണമായിട്ട് പറഞ്ഞിരുന്നത് മുസ്ലിം തീവ്രവാദത്തെ ലീഗ് ശക്തമായിട്ട് എതിർക്കുന്നു. NDF-ലേക്ക് ആളുകൾ ഒഴുകിപ്പോകാതെ നിന്നത് ലീഗിന്റെ ഇടപെടൽ കൊണ്ടാണ്. ആ ഒരു സൽപ്പേരിനല്ലേ മുസ്ലിം ലീഗ് കളങ്കം ചാർത്തിയിരിക്കുന്നത്? 10 വോട്ട് കിട്ടുന്നതിന് വേണ്ടി. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നത് ലീഗ് SDPI കൂട്ടുകെട്ട് തകർക്കുക, അതിനെതിരായി നമ്മളുടെ വോട്ടുകൾ രേഖപ്പെടുത്തുക എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. SDPI ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം SDPI മാറ്റിയിട്ടുണ്ടോ? ലീഗ് SDPIക്കെതിരായും NDF-നെതിരായും പറഞ്ഞുകൊണ്ടിരുന്ന വാദഗതികളിൽ നിന്ന് അവർ പുറകോട്ട് പോയോ? രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കാതെ ഈ കൂട്ടുകെട്ട് എങ്ങനെ യാഥാർത്ഥ്യമായി? SDPI-യും വെൽഫെയർ പാർട്ടിയും മുസ്ലിം ലീഗും അവിഹിതമായ ബാന്ധവം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നു. പണ്ട് ബേപ്പൂരിൽ ഡോക്ടർ മാധവൻകുട്ടിയെ BJP-യുടെയും UDF-ന്റെയും സംയുക്ത സ്ഥാനാർത്ഥിയാക്കി ലീഗ് ഹിന്ദു വർഗീയതയുമായി സമരസപ്പെട്ടു. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് രത്നസിംഗിനെ UDF-ഉം BJP-യും അവരുടെ സ്വന്തം സ്ഥാനാർത്ഥികളാക്കി അവതരിപ്പിച്ചു. ഇതാ ഇന്ന് മുസ്ലിം തീവ്രവാദത്തിന്റെ കുഴലൂത്തുകാരായിട്ടുള്ള SDPI-യെ
മുസ്ലിം ലീഗ് അതിന്റെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. ബിജെപിയും ആർഎസ്എസും ഏത് തരത്തിലുള്ള ആത്മബന്ധമാണോ നമ്മളുടെ നാട്ടിൽ വളർത്തിയെടുത്തത്, സമാനമായ ആത്മബന്ധം മുസ്ലിം ലീഗും എസ്ഡിപിഐയും വളർത്തിയെടുക്കുന്നതിന്റെ തുടക്കമായിട്ടല്ലേ ഇതിനെ നാം കണ്ടുകൂടൂ? എന്താണ് ലീഗിന് ഇത്ര പേടി? ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 1,98,000 വോട്ടിന് ജയിച്ച ഒരു മണ്ഡലത്തിൽ എസ്ഡിപിഐയുടെ 10 വോട്ട് വേണം എന്ന് ലീഗിന് തോന്നിയത് എന്തുകൊണ്ടാണ്? വെൽഫെയർ പാർട്ടിയുടെ 10 വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന് ലീഗിന് തോന്നിയത് എന്തുകൊണ്ടാണ്? 2 ലക്ഷത്തോളം വോട്ടുകൾക്ക് വിജയിച്ച ഒരു മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ ഏറ്റവും മുതിർന്ന പടത്തലവൻ പടക്കിറങ്ങുമ്പോ എന്തിന് ലീഗ് പേടിക്കുന്നു, ഭയപ്പെടുന്നു? ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ നാട്ടിലെ ജനങ്ങളോട് ലീഗും യുഡിഎഫും പറയേണ്ടത്. ഈ കൂട്ടുകെട്ടിനെ തോൽപ്പിക്കണം നമ്മൾ. ഇത് വളർന്നാൽ എസ്ഡിപിഐക്ക് മാന്യത കൈവരും. ഈ രാഷ്ട്രീയ സഖ്യം വിജയിച്ചാൽ മുസ്ലിം തീവ്രവാദത്തിന്റെ കുഴലൂത്തുകാർക്ക് ശക്തി കൈവരും. അത് നാടിന്റെ മതനിരപേക്ഷതയെ ആത്യന്തികമായി ദുർബലപ്പെടുത്തും. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ വാശിയോടുകൂടി നമ്മൾ രംഗത്ത് വരണം എന്ന് പറയുന്നത്. എന്താണ് ലീഗ് പ്രചരിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ? വർഗീയ ചുവയുള്ള മതധ്രുവീകരണത്തിന് ആക്കം കൂട്ടുന്ന കാര്യങ്ങൾ. തിരൂരങ്ങാടിയിലെ ഫൈസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മതം മാറിയതിന്റെ പേരിൽ ആർഎസ്എസുകാർ കൊന്നു. പൈശാചികമായ കൊലപാതകം. പിണറായിയുടെ നേതൃത്വത്തിലുള്ള പോലീസ്, ഈ സർക്കാർ അതിൽ പങ്കാളികളായ മുഴുവൻ ആളുകളെയും പിടിച്ച് ജയിലിലിട്ടു. ലീഗ് ചോദിക്കുന്നു, ഫൈസലിന്റെ കുടുംബത്തിന് എന്താണ് നഷ്ടപരിഹാരം കൊടുക്കാത്തത്? ഫൈസലിന് സമാനമായ ഒരു ചെറുപ്പക്കാരൻ മുമ്പ് തിരൂരിൽ വധിക്കപ്പെട്ടിട്ടുണ്ട് ആർഎസ്എസുകാരാൽ. യാസിർ എന്നായിരുന്നു ആ ചെറുപ്പക്കാരന്റെ പേര്. മതം മാറിയതിന്റെ പേരിലാണ് ആർഎസ്എസ് അന്ന് യാസിറിനെ കൊന്നത്. ലീഗ് ഭരണത്തിലുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ 5 വർഷം? യാസിറിന്റെ കുടുംബത്തിന് എന്താ ലീഗ് കൊടുത്തത്? ലീഗ് ഭരിക്കുമ്പോ അങ്ങനെ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടാൽ പണം കൊടുക്കണ്ട. കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോ കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളോട്, ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരമല്ലേ മണ്ണാർക്കാട്ടേക്കുള്ളൂ? അവിടെയല്ലേ ഒരു വീട്ടിലെ 2 സഹോദരന്മാർ അറുകൊല ചെയ്യപ്പെട്ടത്? APEK തർക്കത്തിന്റെ പേരിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ അനുകൂലിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ലേ 2 സഹോദരന്മാരെ, ഒരേ വീട്ടിലെ 2 സഹോദരന്മാരെ കൊല ചെയ്തത്? UDF എന്താ ആ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുത്തത്? ഒരു മുസ്ലിം വധിക്കപ്പെട്ടാൽ നഷ്ടപരിഹാരം കൊടുക്കണം എന്നതാണ് നിങ്ങളുടെ വാദമെങ്കിൽ നിങ്ങൾ എന്ത് നഷ്ടപരിഹാരം കൊടുത്തു? മണ്ണാർക്കാട്ടെ ഒരു വീട്ടിലെ 2 സഹോദരങ്ങൾ കൊല ചെയ്യപ്പെട്ടപ്പോ വധിക്കപ്പെടുന്നവന്റെ മതം നോക്കി വധിക്കുന്നവൻ ആരാണെന്ന് വിലയിരുത്തി കൊടുക്കേണ്ടതാണോ നഷ്ടപരിഹാരം? ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 18 സഖാക്കളെയല്ലേ ആർഎസ്എസുകാർ കൊന്നത്? ജന്മം കൊണ്ട് ഹൈന്ദവരും കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുമായ സഖാക്കൾ. ഈ എസ്ഡിപിഐക്കാരോ മുസ്ലിം ലീഗുകാരോ എന്ത് എന്ന് പറഞ്ഞില്ല അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്ന്? അവർ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ടാണോ? ഈ നാട്ടിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ടോ? എന്താണ് നിങ്ങൾ ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത്? ഇതൊക്കെ പ്രചരിപ്പിച്ച് ആളുകളെ വീണ്ടും വീണ്ടും 2 ചേരിയിൽ നിർത്തി, 2 ധ്രുവങ്ങളിൽ നിർത്തി രാഷ്ട്രീയം കളിക്കാനാണോ ലീഗിന്റെ ഉദ്ദേശം? എത്ര പള്ളികൾ പൂട്ടി ഈ കഴിഞ്ഞ 10 മാസത്തിനുള്ളിൽ? പിണറായിയുടെ ഗവൺമെന്റോ പോലീസോ പൂട്ടിയതല്ല. AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന സ്ഥാപനങ്ങൾ പൂട്ടിടാൻ ലീഗല്ലേ നേതൃത്വം നൽകിയത്? എത്ര പള്ളികളിൽ നമസ്കാരം നടക്കുന്നില്ല?
പൊട്ടിച്ചില്ലേ? കമ്മ്യൂണിസ്റ്റുകാർ പൊട്ടിച്ചതാ? വേറെ ആരെങ്കിലും പൊട്ടിച്ചതാ? ലീഗല്ലേ പൊട്ടിച്ചത്? എത്ര ആളുകൾക്കെതിരായി നിങ്ങൾ അതിക്രമം പ്രവർത്തിച്ചു? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ചെയ്ത തെറ്റെന്താ? മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ അംഗീകരിച്ചില്ല എന്നുള്ളതോ? ഈ നാട്ടിൽ വലിയ ധ്രുവീകരണം നടത്തുന്നതിന് ലീഗ് എല്ലാ ആയുധങ്ങളും മൂർച്ച കൂട്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. ശക്തമായി ഇതിനെ എതിർത്തേ പറ്റൂ. ലീഗും UDF-ഉം പറയുന്നത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് ഖനം പോരാ എന്നാണ്. അത് മുമ്പും അവർ പറഞ്ഞിട്ടുണ്ട്. 2004 അംസാക്കാർക്ക് ഖനം പോരായിരുന്നു. തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഖനം വെച്ചത്. 2006 ഞാൻ കുറ്റിപ്പുറത്ത് മത്സരിച്ചപ്പോഴും ഇവർ പറഞ്ഞത് ഏതാണ് ഈ കൊട്ടക്കൈലോളം പോകുന്ന ചെക്കൻ, മൂട്ടയെ കൊല്ലാൻ പീരങ്കി വേണ്ട എന്നും പ്രഖ്യാപിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് മൂട്ടയെ കൊല്ലാൻ പീരങ്കിയും പോരാ എന്ന്. താനൂര് ഒരു ചരിത്രമുണ്ട്. ലീഗ് അവിടെ ജയിച്ചിരുന്നത് 35,000-40,000 വോട്ടുകൾക്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. പണ്ട് കെ ദാമോദരൻ നിയമസഭയിലേക്ക് മത്സരിച്ച ഘട്ടത്തിൽ അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയത് 2 വോട്ടാണ് ആ കടപ്പുറത്ത് നിന്ന്. അപ്പോഴാണ് വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോ ഒരു പ്രമാണി പുറത്തു നിന്ന് കൂടി നിന്ന ആളുകളോട് ചോദിച്ചത്, ഈ കടപ്പുറത്ത് ലീഗിനെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 2 വോട്ട് ചെയ്യാൻ തന്റെ ഇടമുള്ളവൻ ആരടാ എന്ന്. ആ സ്ഥലത്താണ് ഇന്ന് ചെങ്കൊടി പാറിപ്പറക്കുന്നത് എന്ന് ഓർക്കണം. വലിയ രാഷ്ട്രീയ മാറ്റം ഈ ജില്ലയിലുണ്ടായി. വലിയ ഭൂരിപക്ഷമുണ്ട് എന്നുള്ളതൊന്നും നിങ്ങൾ വിഷയമേ ആക്കേണ്ട കാര്യമില്ല. കുറ്റിപ്പുറം പാലം നമ്മൾ കടന്നിട്ടുണ്ടെങ്കിൽ, മഞ്ചേരിയിലെ മല നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ, താനൂരിലെ കടല് നമ്മൾ നീന്തി അക്കരെ പറ്റിയിട്ടുണ്ടെങ്കിൽ, മലപ്പുറത്തും നമുക്ക് അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കും. വിചാരിക്കണം. നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് വെടി പറഞ്ഞാൽ പോരാ, നാട്ടിലിറങ്ങി പ്രവർത്തിക്കണം. അതിന് നാം തയ്യാറുണ്ടെങ്കിൽ വിജയം നമ്മളുടെ പക്ഷത്താകും, ഒരു സംശയവും വേണ്ട. ഈ ഗവൺമെന്റ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോഗവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ക്ഷേമ പെൻഷനുകളും കുടിശ്ശിക തീർത്ത് 1000 രൂപയാക്കി വർദ്ധിപ്പിച്ച് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ച് തരും എന്ന് പറഞ്ഞു. കഴിഞ്ഞ ഓണത്തിന്റെ മുമ്പ് എല്ലാവരുടെ വീട്ടിലും കൊണ്ടുവന്നത് തന്നില്ലേ? ഈ ബഡ്ജറ്റിൽ 1100 രൂപയാക്കിയ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചില്ലേ? കേരളത്തിൽ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും ഞങ്ങൾ വീട് കൊടുക്കും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. അതിന്റെ സെൻസസ് കുടുംബശ്രീ മുഖേന എടുത്തു കഴിഞ്ഞില്ലേ? വീടില്ലാത്തവർക്ക് വീട് നൽകാൻ ആഗ്രഹിച്ച് പദ്ധതി ആവിഷ്കരിച്ച ഗവൺമെന്റിന് നിങ്ങളുടെ ഒരു കൈത്താങ്ങ് വേണ്ടേ? ആ സർക്കാരിന് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമുണ്ടല്ലോ. വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടുകൾ ചുറ്റികരിവാൾ നക്ഷത്രമടയാളത്തിൽ രേഖപ്പെടുത്തി ആ വലിയ ഉത്തരവാദിത്തമാണ് നിർവഹിക്കേണ്ടത്. അതിന് നിങ്ങൾ അരയും തലയും മുറുക്കി രംഗത്ത് വരണം. നാട്ടിൽ നിലനിൽക്കുന്ന മതാന്ധതയെ, വർഗീയതയെ ചെറുത്ത് തോൽപ്പിക്കണം. നമുക്ക് കോൺഗ്രസിന്റെ അംഗബലം കൊണ്ട്, രാഷ്ട്രീയ ശക്തി കൊണ്ട് RSSനെ ഇല്ലാതാക്കാൻ സാധിച്ചില്ല. കോൺഗ്രസ് ഒരു ഘട്ടത്തിലും RSSനെതിരായി ഒരു പ്രത്യയശാസ്ത്ര യുദ്ധം നടത്തിയിട്ടില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് നടത്തിയത്, ഇടതുപക്ഷ മുന്നണിയാണ് നടത്തിയത്. അതിന്റെ ഫലമാണ് കേരളം മതാന്ധതയുടെ ശക്തികൾക്ക് കീഴ്പ്പെടാതെ നിൽക്കുന്നു എന്നുള്ളത്. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. മതനിരപേക്ഷത കളിയാടുന്ന ഈ കേരളത്തിൽ മതത്തിന്റെ പേരിലുള്ള സംഘാടനങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെട്ടുകൂടാ. ഓരോ മതവിഭാഗക്കാരും ജാതിക്കാരും അവനവന്റെ ജാതിക്കാരെയും മതക്കാരെയും സംഘടിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയാൽ ഈ നാട്ടിൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് ഭയാനകമാകും. മലപ്പുറം ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണ്. നാട് മുഴുവൻ
മതാന്ധതയെ ഭരിക്കുമ്പോൾ ഞങ്ങൾ ആ പക്ഷത്ത് നിൽക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും ധീരദേശാഭിമാനികളായ പോരാളികളുടെ പിന്മുറക്കാർക്ക് കഴിയണം. അതിന് സാധിക്കുന്ന ഒരു സാഹചര്യം വരുന്ന 12-ാം തീയതി നമ്മളുടെ മുന്നിലുണ്ട്. നിങ്ങൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഓരോ വോട്ടും മുസ്ലിം ലീഗ് SDPI കൂട്ടുകെട്ടിനെതിരായിട്ടുള്ള വോട്ടാകും. മുസ്ലിം തീവ്രവാദത്തെ ശക്തിപ്പെടുത്തുവാനുള്ള ലീഗിന്റെ രാഷ്ട്രീയ തീരുമാനത്തിനെതിരായിട്ടുള്ള വോട്ടാകും. ലീഗിന് വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ വില. എഴുതി വെച്ചോളൂ നിങ്ങൾ. ഇക്കാലം അത്രയും ലീഗിന്റെ മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാർ വളർത്തിയെടുത്ത പാരമ്പര്യം, അതാണ് ലീഗ് ബലി കൊടുക്കുന്നത് SDPIയുമായിട്ടുള്ള കൂട്ടുകെട്ടിലൂടെ. നിങ്ങൾക്ക് ആരായി ബുദ്ധി ഉപദേശിച്ചു തന്നത്? രാഷ്ട്രീയ സഖ്യമൊക്കെ ആർക്കും ആരുമായിട്ടും ഉണ്ടാക്കാം. അതിനൊക്കെ ഒരു മാന്യത വേണം. SDPIയെ നിങ്ങൾ എന്തിനാണ് ഇക്കാലം അത്രയും തള്ളി പറഞ്ഞത്? ഇപ്പോൾ നിങ്ങളുടെ നിലപാടിൽ നിങ്ങൾ മാറ്റം വരുത്തിയോ? SDPI അവരുടെ പ്രഖ്യാപിത സമീപനത്തിൽ മാറ്റം വരുത്തിയോ? ഈ രണ്ടിൽ ഒന്നും നടക്കാത്ത സാഹചര്യത്തിൽ ഈ കൂട്ടുകെട്ട് അപകടകരമാണ്. കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ അത് ദുർബലമാക്കും. അതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാവരും വാശിയോടെ പോളിംഗ് ബൂത്തുകളിലെത്തി ഈ അഭിഹിത ബാന്ധവത്തിനെതിരായി നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് B. ഫൈസലിനെ ചുറ്റികരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്നപേക്ഷിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഖാവ് മടികണ്ഠൻ.